ഹലോ എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രോൺസ് ഡൈനാമൈറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വളരെ റേറ്റ് കൊടുത്താണ് വാങ്ങിക്കാറ്. കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു അളവിലുള്ള പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിനൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തതാണ്. വെയിൻ കളഞ്ഞിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. കാരണം സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അത് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പോരാത്ത ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിൽ കൂടുതൽ ടൈം വെച്ചാൽ അത്രയും ജ്യൂസി ആയിട്ട് നമ്മുടെ ചെമ്മീൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കുവാണ്. അതിനായിട്ട് മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം മയണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വീറ്റ് ചില്ലി സോസാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. ഇത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതും ടൊമാറ്റോ സോസാണ്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ശ്രീരാജ സോസാണ്. അതിപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒക്കെ പോരാകേണ്ട കുറച്ചും കൂടി സോസുകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു അളവായതുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് റെഡിയാക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 ടീസ്പൂണോളം കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ 2 ടീസ്പൂൺ ഒത്തിരി എടുത്തിട്ടുള്ള ഒരു 1.5 ടീസ്പൂണോളമൊക്കെ എടുത്തിട്ടുള്ളൂ. മൈദ കൂടുതലും കോൺഫ്ലോർ കുറച്ചുമായിട്ട് എടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണോളം പൊടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് 2 കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഓരോ പ്രോൺസ് ആയിട്ട് എടുത്തിട്ട് ഈ പൊടിയിൽ മുക്കിയെടുക്കണം. നമുക്ക് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കോട്ടിങ്ങും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പ്രോൺസ് കിട്ടുകയുള്ളൂ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല ജ്യൂസിയും ആയിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. ഇതാ പ്രോൺസ് ഇവിടെ ഇതുപോലെ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഒരു 2 സൈഡും 4-5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒരു 2.5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ഒരു 2.5 മിനിറ്റോളം മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്.
പിന്നെ മറിച്ചിട്ട് കൊടുക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോസിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുതും. ആദ്യം ഒരു 2-3 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പോരാത്തതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായി പോകും. അതുകൊണ്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പോരായ്ക തോന്നുവാണെങ്കിൽ ബാക്കിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫുൾ സോസ് എടുത്തിട്ടില്ല. 2-3 ടീസ്പൂണോളം എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.